ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ പരിപാടി മുഴുവൻ നമ്മൾ പുറത്തുനിന്ന് കേട്ടോ. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ വീട്ടിലുണ്ടാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഫുഡ് മേടിക്കാൻ പോകുന്ന ടൈമിലാണ് കുഞ്ഞാറ്റയ്ക്ക് ഒരു ഉച്ചമയക്കം എന്നൊക്കെ പറയില്ലേ, അതാ ഒരു ഫീല് വന്നത്. അങ്ങനെ ഞങ്ങൾ അൽക്കിസ റെസ്റ്റോറൻറ്റ്, പുതിയ റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഫുഡൊക്കെ മേടിച്ച് വരുന്ന വഴിക്ക് എൻ്റെ മൂത്ത പുത്രൻ അവിടെ നല്ല കളിയാട്ടോ. അങ്ങനെ കുഞ്ഞാട്ടി എന്തായാലും ഉറക്കായി. അപ്പോൾ അവനെ കിടത്തിയതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഒരു ഉച്ചമയക്കം അങ്ങ് ഉറങ്ങി. അങ്ങനെ വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങളൊരു 6 മണി ആയപ്പോഴത്തേക്ക് എണീറ്റ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ മോളിൽ പോയിട്ടോ. ഞങ്ങൾ സ്ഥിരം പോകാറുള്ള മോളാണ് ക്യാപിറ്റൽ മോൾ. അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ അത്തക്കളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നവ്യ നായർ വരനെ പ്രമാണിച്ച് തന്നെയായിരുന്നു. അവിടെ കുറേ പൂക്കള മത്സരം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമ്മൾ നവ്യ നായരനെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലായിരുന്നു, പക്ഷേ അടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചേട്ടൻ പറഞ്ഞു നമുക്ക് സാധനങ്ങൾ മേടിച്ചതിന് ശേഷം നമുക്ക് നവ്യ നായരനെ കാണാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞാട്ടിക്ക് അവിടെ ചെറുതായിട്ടൊരു വാശിയും കരച്ചിലും ഒക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് കുഞ്ഞാട്ടിക്ക് കൊടുത്തു. കുഞ്ഞാട്ടിയുടെ വയറൊക്കെ നിറച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു അപ്രത്യക്ഷമായിട്ട് എന്താ പറയുക, നവ്യ നായരിനെ കണ്ടു എന്ന് പറയാം. അപ്പോൾ ഒരു ചാൻസും കളയാതെ ഞാൻ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു, എല്ലാം എടുത്തു. പക്ഷേ സെൽഫി മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തിനെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് അറിയാം. നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ റിയലിലും പുള്ളിക്കാരത്തിനെ കാണുമ്പോൾ. പിന്നെ കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പോട്ടെ, നല്ല ഐശ്വര്യമാണെന്ന് പറയാമല്ലോ മുഖം കാണുമ്പോൾ തന്നെ. പിന്നെ അവിടുത്തെ പായസമൊക്കെ ട്രൈ ചെയ്ത് പുള്ളിക്കാരത്തി പിന്നെ അവിടുത്തെ പരിപാടികളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി. എനിക്ക് തോന്നുന്നു ക്യാപിറ്റൽ മോളിൽ ഓണം പ്രമാണിച്ചിട്ടാണെന്ന് തോന്നുന്നു പായസമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കോഫി ചെറിയൊരു എന്താ പറയുക കപ്പിലാന്ന് മാത്രം, ജ്യൂസ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കൊന്നും ഓണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പായസ പരിപാടിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ എല്ലാം പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കും ഓട്ടോമാറ്റിക്കലി വിശന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഗുഡ് ബർഗറിൽ പോയി. ഗുഡ് ബർഗറിൽ പോയിട്ട് ചാർക്കോൾ അങ്ങ് ഓർഡർ ചെയ്തു. കാരണം ഗുഡ് ബർഗറിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ എന്താ പറയുക, സൗകര്യം ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, പക്ഷേ ഭയങ്കര തിരക്കാണ്. നമുക്ക് അടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ, അമ്മാതിരി തിരക്കായിരുന്നു ഗുഡ് ബർഗറിൽ. പക്ഷേ നമ്മൾ ചാർക്കോളൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് ഞാൻ കഴിച്ചത്. എനിക്ക് ഭയങ്കര സ്പൈസി ഫീൽ ചെയ്തു. കാരണം എനിക്ക് ചുമയുള്ള കാരണം കൊണ്ട് തന്നെ എൻ്റെ നാവിലത്തെ തൊലി പോയത് കൊണ്ടായിരിക്കണം എനിക്ക് സ്പൈസി ഫീൽ ചെയ്തത്. പക്ഷേ ചേട്ടനൊക്കെ സ്പൈസി ഫീൽ ചെയ്തില്ല എന്ന് ചേട്ടൻ പറഞ്ഞു. നോർമലി നമ്മൾ ചാർക്കോൾ മേടിക്കുന്ന സ്ഥിരം കടയുണ്ട് കേട്ടോ, സ്ഥിരം ഷോപ്പുണ്ട്. പക്ഷേ നമുക്ക് മാറ്റി പിടിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഗുഡ് ബർഗറിൽ നിന്ന് മേടിച്ചത് തന്നെ. നമുക്ക് എന്താ പറയുക, എപ്പോഴും ഒരേ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പ് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനെ മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഗുഡ് ബർഗറിൽ പോയിട്ട് ഗുഡ് ബർഗറിലത്തെ ചാർക്കോൾ മേടിച്ചത്. അങ്ങനെ കുഴപ്പമുണ്ടായില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ടി വി കണ്ട്, കുറച്ച് നേരം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് അങ്ങനെ സമയം പോയി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു.